എനിക്ക് നടക്കാൻ പറ്റില്ല. സംസാരിക്കാൻ പറ്റുന്ന വിഷയമാണോ മാഡം? എന്താ സംഭവിച്ചത്? മിനിസ്റ്ററുടെ കഴുത്തിന് പരിക്കുണ്ട്. മിനിസ്റ്റർ ഇപ്പം ഈ ട്രെയിനിൽ സഞ്ചരിക്കേണ്ട എന്റെ കൂടെ. മിനിസ്റ്റർക്ക് പരിക്കേറ്റിരിക്കുകയാണ്. അപ്പോൾ മിനിസ്റ്റർ ഇപ്പം അഡ്മിറ്റ് ചെയ്യാൻ പോകും. ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി വന്ന പ്രതിഷേധം എന്ന് പറഞ്ഞാൽ പ്രതിഷേധിക്കുക. ഞങ്ങൾക്ക് പ്രതിഷേധിച്ചു. പക്ഷേ കയ്യേറ്റം ചെയ്യുന്നത് ശരിയല്ലല്ലോ ജനാധിപത്യം. സമരക്കാരൻ ആക്രമിച്ചു. പിന്നെ ആക്രമിക്കാൻ? ഇപ്പൊ സമരക്കാര് കയ്യേറ്റം ചെയ്തു, കഴുത്തിന് പരിക്കും. ഞാൻ അദ്ദേഹത്തെ കാത്തിവിടെ നിൽക്കുകയാണ്. അപ്പോഴാണ് പറഞ്ഞത് കഴുത്തിന് പരിക്ക് പറ്റി. ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്തു. അതിപ്പോ ഏതാണ്ട് അങ്ങനെ തന്നെ കാണുന്നത്. മന്ത്രിമാർക്കെതിരെ കരിങ്കൊടിയും സമരവും നടത്തിയ ആൾക്കാരാണ് നമ്മളൊക്കെ അതിന്റെ പ്രൊഡക്ട്സായി വന്ന ആൾക്കാരാണ്. പക്ഷേ ഈ രീതിയിൽ മന്ത്രിയെ കയ്യേറ്റം ചെയ്യുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. അത് അപലപിക്കപ്പെടേണ്ടതാണ്. ഇവരെ അഡ്മിറ്റ് ചെയ്യണം. എമർജൻസി ആയിട്ട് ICU ഒഴിപ്പിക്കണം. ഡോക്ടറെ, ആ കത്രിക പുറത്തെടുത്ത രോഗി ഇപ്പോഴും അവിടെയുണ്ട്. അതിനേക്കാൾ സീരിയസ് കേസ് ഇതേ വരുന്നുണ്ട് ഇങ്ങോട്ട്. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ കാര്യം എന്തായി? ഇലക്ഷൻ സമയത്ത് ഹൃദയം മാറ്റിവെക്കുന്നതിനേക്കാൾ ഗുരുതരമാണ് കഴുത്തുവേദന. പക്ഷേ അതെങ്ങനെ ശരിയാവും ഡോക്ടർ? ഇത് തിരഞ്ഞെടുപ്പ് കാലമാണ്. ഇതിനകത്തൊരു രാഷ്ട്രീയം കണ്ടെത്തുന്ന ഷംസീർ ഒരു തിരക്കഥ ആസൂത്രണം ചെയ്യുന്നു. ആ തിരക്കഥ സംവിധാനം ചെയ്യുന്നത് മുഖ്യമന്ത്രി ആയിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് തന്നെ ഹോസ്പിറ്റലിൽ വന്ന് വീണ ജോർജിനെ കാണുന്ന ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇത്തരത്തിലുള്ള ചേപ്പടി വിദ്യകളിലൂടെ ഒന്നും കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ കഴിയില്ല എന്ന് ആദ്യം CPM മനസ്സിലാക്കണം. പ്രിയത്താണ് ഈ പറയുന്ന 10-15 വർഷം പഴക്കമുള്ള ചേപ്പടി വിദ്യയുമായിട്ട് ആളുകളെ പറ്റിക്കാനായിട്ട് CPMന്റെ നേതൃത്വം ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രസകരമായ ഒരു സംഭവം ഉണ്ടായല്ലോ. MV ഗോവിന്ദൻ മാസ്റ്ററുടെ വികസന മുന്നേറ്റ ജാഥ കോഴിക്കോട് ബാലുശ്ശേരി മണ്ഡലത്തിലെത്തി. അപ്പോൾ വരുന്നു 80 വയസ്സുള്ള ഒരു വയോധികനായ മൊയ്തീൻ വേദിയിലേക്ക്. എന്നിട്ട് പറയുന്നു, LDF സർക്കാരാണ് എനിക്ക് പെൻഷൻ തന്നത്. ആ പെൻഷൻ തുക ഇതാ നിങ്ങൾക്ക് സംഭാവനയായി നൽകുന്നു. UDF വരാതെ നോക്കണം, വന്നാൽ എനിക്ക് ഈ പെൻഷൻ കിട്ടില്ല എന്നാണ് മൊയ്തീൻ പറയുന്നത്. ആ പണം മഗ്നാനിമസ് ആയി തിരിച്ചു നൽകിക്കൊണ്ട് ഗോവിന്ദൻ മാസ്റ്റർ മൊയ്തീൻ ഒരു ഉറപ്പ് കൊടുക്കുന്നു. LDF തന്നെ തീർച്ചയായും ഭരണത്തിൽ വരും, നിങ്ങൾക്ക് പെൻഷൻ കിട്ടും. നോക്കൂ, പിന്നീട് വന്ന വാർത്ത എന്താണ്? ഇതൊരു സ്റ്റേജ്ഡ് ഡ്രാമയായിരുന്നു. ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്തൊരു തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു റീലാണ് എന്ന വാർത്തയാണ് മാധ്യമങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നത്. ആ അർത്ഥത്തിൽ 8 നിലയിൽ പൊട്ടി അത്തരത്തിലുള്ള പ്രചാരണ പരിപാടികളൊക്കെ ഈ അനുഭവത്തിൽ നിന്നും പഠിക്കാൻ CPM തയ്യാറല്ല എന്നുള്ളതാണ്. നോക്കൂ, എന്തുകൊണ്ടാണ് CPM ഇത്തരത്തിലൊരു ഡ്രാമയ്ക്ക് നിർബന്ധിതമായത്? നമുക്കറിയാമല്ലോ, ഈ സംസ്ഥാനത്തെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതിച്ഛായ പ്രശ്നമാണ് ഈ സംസ്ഥാന സർക്കാരിന് ആരോഗ്യ മേഖല ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, അടുത്തിടെ ഒരു സ്ത്രീയുടെ വയറ്റിൽ നിന്ന് കത്രിക കണ്ടെടുത്തു. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു സ്ത്രീയുടെ വയറ്റിൽ നിന്ന് കോട്ടൺ തുണി കണ്ടെടുത്തു. ചികിത്സാ പിഴവ് കൊണ്ട് ആളുകൾ മരിക്കുന്നു, ചികിത്സ കിട്ടാതെ ആളുകൾ മരിക്കുന്നു. കാരുണ്യ പദ്ധതി വഴിമുട്ടിയ സാഹചര്യത്തിലാണ്, ആർദ്രം പദ്ധതി വഴിമുട്ടിയ സാഹചര്യത്തിലാണ്, ആരോഗ്യ കിരണം പദ്ധതി നിലച്ച സാഹചര്യത്തിലാണ്. നോക്കൂ, നമ്മളെല്ലാവരും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച്, ആയുസ്സിനെ കുറിച്ച് വളരെ കൺസേൺഡ് ആണ്. അതുകൊണ്ട് ആ മേഖലയിൽ എന്തെങ്കിലും പിഴവ് പറ്റിയാൽ അത് സർക്കാരിന് വലിയ പ്രതിച്ഛായ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനെ മറികടക്കാനായിട്ടുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ CPM നേതൃത്വവും സർക്കാരും. അപ്പോഴാണ് KSUക്കാരുടെ പ്രതിഷേധം നടക്കുന്നത്. ഈ പറയുന്ന പ്രതിഷേധക്കാര് വീണ ജോർജിന് അടുക്കിലേക്ക് എത്തുന്നത്. ആ സംഘർഷ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയം മണക്കുന്നു CPM നേതൃത്വം. ഉടൻ തന്നെ ഈ പറയുന്ന വീണ ജോർജിന് കഴുത്തുവേദന അനുഭവപ്പെട്ടതായ ഒരു നാടകം സൃഷ്ടിക്കുന്നു. തൊട്ടു പിന്നാലെ മെഡിക്കൽ ആശുപത്രിയിലേക്ക് പ്രവേശിക്കുന്നു. ഇന്നിപ്പോൾ പറയുന്ന പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് CPMന്റെ ഓഫീസായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്നാണ്. നാളെ ഇനിയിപ്പോൾ എന്താണ് വരാനിരിക്കുന്ന മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് എന്നും നമുക്കറിയില്ല. ഗുരുതരമായ രോഗത്തിന് അടിപ്പെട്ടിരിക്കുകയാണ് വീണ ജോർജ് എന്നാണ് ഏതായാലും ഇപ്പോഴത്തെ മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് പറയുന്നത്. എന്നു മാത്രവുമല്ല, സംസ്ഥാന സർക്കാരിന്റെ പോലീസ് പറഞ്ഞിരിക്കുന്നത് ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഇവരെ ആക്രമിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന് കൂടിയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പലതവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. നോക്കൂ, കേരളത്തിലെ ജനങ്ങൾക്ക് സാമാന്യ ബോധമുള്ളവരാണ്, രാഷ്ട്രീയ ബോധമുള്ളവരാണ്. അവർ കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നവരാണ്, അവർ കാര്യങ്ങൾ കൃത്യമായി പഠിക്കുന്നവരാണ്. ആ നിരീക്ഷണത്തിന്റെയും പഠനത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഉത്തമ ബോധ്യങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു ജനതയാണ് കേരളത്തിലെ ജനത. ആ ജനതയുടെ സാമാന്യ ബോധത്തെ പരിഹസിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും തയ്യാറാകരുത്. തുടർച്ചയായിട്ട് CPM ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ ബോധത്തെ പരിഹസിക്കുകയും വെല്ലുവിളിക്കുകയുമാണ്. അത് അവസാനിപ്പിക്കണം. ഇപ്പോൾ ആരോഗ്യ മേഖല ICUവിലാണെങ്കിൽ ആരോഗ്യമന്ത്രി തന്നെ ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടിയതല്ല, അത് ഏകീകരിച്ചതാണ്. മദ്യവർജനം തന്നെയാണ് സർക്കാരിന്റെ ലക്ഷ്യം. മദ്യനിരോധനമല്ല, മദ്യവർജനമാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. എന്നും രാത്രി 12 മണി വരെ മദ്യപിക്കുന്ന ഒരാൾക്ക് നാളെ മദ്യം വർജിക്കാൻ തോന്നും. മദ്യപാനികളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ്. അതുകൊണ്ട് ഓരോ ജില്ലയിലും ഓരോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ അനുവദിച്ചിട്ടുണ്ട്. ഇതിന് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ മദ്യപാനം മൂലം ക്യാൻസർ വൃക്ക പോയ രോഗിക്ക് സഖാവും എന്നെഴുതിയ ഓട്ടോയിൽ മെഡിക്കൽ കോളേജ് വരെ സൗജന്യ യാത്ര അനുവദിക്കും.
എന്നും വീട് ജോലി എന്ന് മാത്രം മതിയോ? ഇടയ്ക്ക് ബാറിലൊക്കെ പോയി സൗഹൃദം പുതുക്കട്ടെ. ഓരോ പഞ്ചായത്തിലും ഓരോ ബാറെന്നും. അതാണ് ഈ ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്.